നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം ബോച്ചെ ഹണി റോസ് ഏറ്റുമുട്ടലാണ്. കൂടാതെ ഹണി റോസ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനോടും യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുസമൂഹം ഭൂരിഭാഗവും ആ പെൺകുട്ടിക്കൊപ്പമാണ്. പിന്നെ കുറച്ച് ഞരമ്പ് രോഗികളും സ്ത്രീ വിദ്വേഷികളും മാത്രം അയാൾക്കൊപ്പവും നിൽക്കുന്നു. പകയുള്ളവർ അപവാദം സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കുകയും ചെയ്യും. അതാണ് നാം ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ശീതീകരിച്ച മുറിയിൽ പൂമത്തയിൽ കിടന്നുറങ്ങി ശീലിച്ച ബോച്ചയ്ക്ക് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലെ കൊതുക് കടി കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ രാഹുൽ ഈശ്വറും ആ രാത്രിയിൽ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും പൂമുഖത്തിരുന്ന് നേരം വെളുപ്പിച്ചു കാണും. വേദനിക്കുന്ന കോടീശ്വരന്മാരുടെ വേദന, അവരുടെ വേദന സ്വന്തം വേദനയായി കരുതി ജീവിക്കുന്ന വിശാല മനസ്സിന്റെ ഉടമയാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് സ്ത്രീകളോട് പൊതുവെ വിരോധമാണ്. ആ പകയ്ക്ക് കാരണം ശോഭ ജോണുമാണ്. അന്ന് തുടങ്ങിയതാണ് സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപങ്ങൾ ഉയർത്തി അവരെ വേദനിപ്പിക്കുക എന്നുള്ളത്. അതൊരു പക്ഷേ ഒരു പകരം വീട്ടലാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്നും ഉടലെടുത്തതുമാകാം. അത്തരം മാനസികാവസ്ഥയിൽ നിന്നും ഉടലെടുത്ത വിരോധമായിരിക്കാം ഒരുപക്ഷെ ഹണി റോസിന് നേരെയും അഴിച്ചുവിട്ടത്. എവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാലും വേട്ടക്കാരനോടൊപ്പം രാഹുൽ ഈശ്വർ ഉണ്ടാകുമെന്നുള്ളത് ഒരു ചരിത്ര സത്യം കൂടിയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസെടുത്താലും, വിജയബാബുവിന്റെ കേസെടുത്താലും, സിദ്ദീഖിന്റെ കേസെടുത്താലും, ബാബുരാജിന്റെ കേസെടുത്താലും എല്ലാം ഇരകൾക്കെതിരെയുള്ള നിലപാടാണ് രാഹുൽ ഈശ്വർ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ വേട്ടക്കാർക്കും വേണ്ടി വാദിക്കുന്നത് ഒരേ രീതിയിലാണ്, ഒരേ പാറ്റേണിലാണ്. ഗുരുജി, ഗോൾവാക്കർ, ക്രിസ്തു, നബി തിരുമേനി, ശശി തരൂര്, നമ്പി നാരായണൻ വേട്ടക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപമിച്ച് രണ്ട് കാര്യം പറഞ്ഞ് നിർത്തിക്കോളാം എന്നും പറഞ്ഞ് തുടങ്ങുന്നത് നാം ഒരുപാട് കേട്ടതല്ലേ. അദ്ദേഹം ഇരകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരെന്റെ സഹോദരിയാണ്, ഞാൻ ബഹുമാനിക്കുന്നു അവരെ ഞാൻ ആരാധിക്കുന്നു, അവരെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങും. അങ്ങനെ അവരെ പുകഴ്ത്തി ഒറ്റയടിക്ക് അവരെ അങ്ങ് അനാവശ്യം പറഞ്ഞ് ഇകഴ്ത്തിക്കളയുക. ചാനൽ ചർച്ചകളിൽ ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയല്ലേ. അങ്ങനെ ആദ്യം അവരെ അങ്ങ് പുകഴ്ത്തും, പിന്നീട് അവരെ ഇകഴ്ത്തും, അവരെ അപമാനിച്ച് ആക്ഷേപ ശരങ്ങൾ കൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇനി ചർച്ചയിൽ എതിർപക്ഷത്ത് സ്ത്രീകളാണെങ്കിൽ അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കാതിരിക്കാൻ, അവർ പറയുന്ന വാക്കുകൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ ഒച്ചപ്പാടുണ്ടാക്കി വാക്കുകൾ കൊണ്ട് അവരെ അങ്ങ് അടിച്ചമർത്തും. രാഹുൽ ഈശ്വറിന് നാം അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു വലിയ കഴിവുണ്ട്. അത് ഗീബൽസ് പരീക്ഷിച്ച് വിജയിപ്പിച്ച തന്ത്രമാണ്. ഒരു കള്ളം 100 പ്രാവശ്യം ആവർത്തിച്ച് അതിനെ സത്യമാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ മിക്ക സോഷ്യൽ മീഡിയയിലൂടെയും ചാനലിലൂടെയും ഒക്കെ ഇദ്ദേഹത്തിന്റെ പണി ഇത് തന്നെയാണ്. ഇതിനായി അദ്ദേഹം ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇവിടെ ഹണി റോസ് രാഹുൽ ഈശ്വരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിക്കാതെ തരമില്ല. ഇദ്ദേഹം അമ്പലത്തിലെ പൂജാരി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്പലങ്ങളിൽ ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയേനെ എന്നുള്ളത്. ഇനി ഹണി റോസ് ഏത് വസ്ത്രം ധരിക്കണമെന്ന് രാഹുൽ ഈശ്വർ അങ്ങ് തീരുമാനിക്കും. രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണം മാത്രമേ ഇത്തരത്തിലുള്ളത് കണ്ടിട്ടുള്ളൂ. കേരളത്തിലെ ഒട്ടുമിക്ക പെൺകുട്ടികളും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇപ്പോൾ ധരിക്കാറുള്ളതെന്ന് രാഹുൽ ഈശ്വറിന് അറിയാഞ്ഞിട്ടുമല്ല. ബോച്ചയെ ന്യായീകരിക്കാൻ മറ്റൊന്നുമില്ലാതെ വന്നപ്പോൾ വസ്ത്രധാരണം പറഞ്ഞ് ഹണിയെ തകർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിവിടെ പാളിപ്പോയി. എന്റെ രാഹുൽ ഈശ്വര, നിങ്ങളുടെ റോൾ മോഡലായ ബോച്ചെ ധരിച്ചിരിക്കുന്ന ആ ചട്ടയും മുണ്ടും കേരളത്തിലെ ഏതെങ്കിലും ആണുങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട്, അത് ധരിച്ചതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ആദ്യം അയാളെ പിടിച്ചോണ്ട് പോയി ഒന്നും തലമുടിയൊക്കെ വെട്ടി മാന്യമായ ഡ്രസ്സ് ധരിക്കാനും മാന്യമായി സംസാരിക്കാനും ഒന്ന് ഉപദേശിക്കൂ. അല്ലാതെ വെറുതെ പാവപ്പെട്ട പെൺകുട്ടികളെ അവഹേളിക്കാതിരിക്കൂ. രാഹുൽ ഈശ്വറിന്റെ സർവഗുണ സമ്പന്നനായ ബോച്ചയെ കുറിച്ച് ആലപ്പുഴക്കാരനായ മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞ ആ നല്ല വാക്കുകൾ രാഹുൽ ഒന്ന് കേൾക്കണം. രാഹുൽ കേട്ടില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. പരനാറിയാണ് അയാൾ. ഞാൻ 15 വർഷം മുമ്പ് എന്റെ ഭാര്യയോട് പറഞ്ഞു അയാൾ പരനാറിയാണെന്ന്. പണത്തിന്റെ അഹങ്കാരമാണ്, എന്തും ചെയ്യാമെന്നാണ്, വെറും പ്രാകൃതനും കാടനുമാണ്. ബോബി ചെമ്മണ്ണൂറിന് ഒരു സംസ്കാരമേ ഉള്ളൂ,
അത് ലൈംഗിക സംസ്കാരമാണ്. കരണക്കുറ്റിക്കിട്ട് അടി കൊടുക്കാൻ ആരും ഇല്ലാതായി പോയി കേരളത്തിൽ. ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായും തല്ലിയന്. ഈ പറഞ്ഞത് ഞാനല്ല, ഇത് പറഞ്ഞത് സത്യസന്ധമായി നിർഭയമായി അഭിപ്രായം പറയുന്ന ജി സുധാകരനാണ്. രാഹുൽ ഈശ്വർ ഇതിനൊരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കുമോ? ഇനി രാഹുൽ മറുപടി പറഞ്ഞാൽ തന്നെ അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം നിങ്ങൾക്ക് പാഴ്സലായി പ്രതീക്ഷിക്കാം. ഇനി മല്ലിക സുകുമാരൻ വസ്ത്രധാരണത്തെക്കുറിച്ച് ഈയിടെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് രാഹുൽ കേട്ട് കാണുമല്ലോ. ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. മല്ലിക സുകുമാരനോട് പലരും ചോദിച്ചു പോലും, ഇന്ദ്രജിത്തിന്റെ പെൺമക്കളെ കീറിയ ഷോർട്സും ചെറിയ ഉടുപ്പുമൊക്കെ ഇട്ട് വൃത്തികേടായി കൊണ്ടു നടക്കുന്ന എന്തിനെന്ന് അവരോട് ചോദിച്ചു. അവരതിന് മറുപടി പറഞ്ഞത് ആ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും അതിടുന്നത് ഇഷ്ടമാണെന്നാണ്. അതിന് നിങ്ങൾക്കെന്തു കുഴപ്പം? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ അവർ ധരിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല അവർ വസ്ത്രം ധരിക്കേണ്ടതും ജീവിക്കേണ്ടതും. മല്ലിക സുകുമാരനും ഇതിനൊരു മറുപടി കൊടുത്തൂടെ രാഹുലെ? രാഹുൽ ഈശ്വർ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കമന്റാണ് അവർ മദർ തെരേസ ഒന്നുമല്ലല്ലോ എന്ന്. അത് രാഹുൽ ഈശ്വർ അവരുടെ സ്വഭാവ ശുദ്ധിയെ ചോദ്യം ചെയ്തതാണ്. രാഹുലിന് ഇപ്രകാരം അവരുടെ സ്വഭാവ ശുദ്ധിയെ ചോദ്യം ചെയ്യാൻ എന്ത് അവകാശമാണ് ഉള്ളത്? ആരാണ് നിങ്ങൾക്ക് ആ അധികാരം തന്നത്? താങ്കൾക്കും അമ്മയും ഭാര്യയും മകളും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ? സ്ത്രീകളെ ഇപ്രകാരം ദിവസവും വന്നിരുന്ന് കള്ളക്കഥകൾ മെനഞ്ഞ് ആക്ഷേപിക്കുന്നത് ഉചിതമാണോ എന്ന് താങ്കളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ബോച്ചെ പറയുന്നു താൻ ചെയ്തതിലും പറഞ്ഞതിലുമൊന്നും കുറ്റബോധമില്ലെന്ന്. അയാൾ പറഞ്ഞതും ചെയ്തതുമെല്ലാം ജനങ്ങൾ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണെന്ന്. ഇപ്പോൾ പാവം ബോച്ചെ നിരപരാധിയും കേരളത്തിലെ ജനങ്ങൾ കുറ്റക്കാരുമായി മാറി. ഇപ്പോൾ ബോച്ചെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇത് സമാന മനസ്കർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അങ്ങനെ ഹണി റോസിന്റെ പോരാട്ടത്തിന് ഫലം കണ്ടു തുടങ്ങി. സൈബറിടങ്ങളിൽ സ്ത്രീകളെ പിച്ചു ചീന്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബോച്ചയുടെ റിമാൻഡ്. ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ബോച്ചെ പുറത്തു വരട്ടെ. പൊതു ഇടങ്ങളിൽ മാന്യമായി പെരുമാറാനും സ്ത്രീകളെ ബഹുമാനിക്കാനും കഴിഞ്ഞാൽ അത് ബോച്ചയ്ക്കും ബോച്ചയുടെ ബിസിനസിനും വലിയ ഗുണം ചെയ്യും. വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.